ഫ്രീ വീഡിയോ ക്ലാസ്സുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദിലീപ്. എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽ ഡിവിഷനെ കുറിച്ചാണ്, കോശ വിഭജനത്തെക്കുറിച്ചാണ്. ഓക്കെ, എന്താണ് സെൽ ഡിവിഷൻ? നമുക്കറിയാം, പഴയ സെൽസിൽ നിന്ന് പുതിയ സെൽസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സെല്ലുകൾ ഡിവൈഡ് ചെയ്യുന്നു, സെല്ലുകൾ വിഭജിക്കുന്നു. അതാണ് സെൽ ഡിവിഷൻ. ഓക്കെ, നമ്മുടെ യൂക്കാരിയോട്ടിൽ രണ്ട് തരത്തിലുള്ള സെൽ ഡിവിഷൻ ഉണ്ട്. ഒന്നാണ് മൈറ്റോസിസ്. എന്താണ് മൈറ്റോസിസ്? അടുത്താണ് മിയോസിസ്. എന്താണ് മിയോസിസ്? ഓക്കെ, അപ്പോൾ യൂക്കാരിയോട്ടിൽ രണ്ട് തരത്തിലുള്ള സെൽ ഡിവിഷൻ ഉണ്ട്. മൈറ്റോസിസും ഉണ്ട്, മിയോസിസും ഉണ്ട്. മൈറ്റോസിസ് മലയാളമാണ് ക്രമഭംഗം. എന്താണ് ക്രമഭംഗം എന്ന് മലയാളത്തിൽ പറയാം? മൈറ്റോസിസ്. മിയോസിസ് മീൻസ് ഊനഭംഗം. എന്താണ് ഊനഭംഗം എന്ന് മലയാളത്തിൽ പറയാം നമുക്ക്. അപ്പോൾ ശ്രദ്ധിക്കുക, യൂക്കാരിയോട്ടിൽ രണ്ട് തരത്തിലുള്ള സെൽ ഡിവിഷൻ ഉണ്ട്. മൈറ്റോസിസും ഉണ്ട്, മിയോസിസും ഉണ്ട്. ഓക്കെ, മൈറ്റോസിസിന് മലയാളമാണ് ക്രമഭംഗം, മിയോസിസ് ആണെങ്കിൽ ഊനഭംഗം എന്ന് പറയാം നമുക്ക്. നമ്മൾ നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ. ശ്രദ്ധിക്കുക, മൈറ്റോസിസ് മീൻസ് ശ്രദ്ധിക്കുക, അതായത് ഒരു സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഒരു സെല്ല് രണ്ട് ഐഡന്റിക്കൽ സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതാണ് എന്ത്? മൈറ്റോസിസ്. ഓക്കെ, അപ്പോൾ ഒരു കോശം വിഭജിച്ച് രണ്ട് കോശങ്ങളായിട്ട് മാറുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഒരു സെൽ ഡിവൈഡ് ചെയ്ത് രണ്ട് ഐഡന്റിക്കൽ സെൽസുകൾ ഉണ്ടാകുന്നു. അതാണ് എന്ത്? മൈറ്റോസിസ്. നമുക്കറിയാം, നമ്മുടെ എല്ലാ നോർമൽ സെൽസിലും ഏകദേശം 46 ക്രോമസോമുകളുണ്ട്, അല്ലേ? നമുക്കറിയാം അത്. അപ്പോൾ മൈറ്റോസിസിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന പുതിയ സെൽസിലും അതേപോലെ തന്നെ 46 ക്രോമസോം തന്നെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം എന്താണ്? ക്രോമസോം സംഖ്യ അതുപോലെ നിലനിർത്തുന്ന ഡിവിഷനാണെന്ത്? മൈറ്റോസിസ്. ഓക്കെ, അപ്പോൾ ഒരു സെൽ ഡിവൈഡ് ചെയ്ത് രണ്ട് ഐഡന്റിക്കൽ സെൽ ഉണ്ടാകുകയാണെങ്കിൽ അത് മൈറ്റോസിസ് ആണ്. അതുമാത്രമല്ല, പേരന്റൽ സെല്ലിൽ എത്ര ക്രോമസോം ഉണ്ടോ അത്രയും ക്രോമസോംസ് ഡോട്ടർ സെൽസിലും കാണും. അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന സെൽസിൽ 46 ക്രോമസോം ഉണ്ടാവുന്ന സെൽസിലും എത്ര? 46 ക്രോമസോംസ് കാണും. ഇതാണെന്ത്? മൈറ്റോസിസ്. നമ്മുടെ എല്ലാ നോർമൽ സെൽസിലും നടക്കുന്നത് മൈറ്റോസിസ് ആണ്. ഓക്കെ, അതായത് എല്ലാ സാധാരണ കോശങ്ങളിലും, അല്ലെങ്കിൽ എല്ലാ നോർമൽ സെൽസിലും, അല്ലെങ്കിൽ എല്ലാ സൊമാറ്റിക് സെൽസ്. എന്താണ്? നമ്മൾ നോർമൽ സെൽസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? സൊമാറ്റിക് സെൽസ്. എന്താണ്? സൊമാറ്റിക് സെൽസ്. അപ്പോൾ ചോദിക്കാം, സെൽ ഡിവിഷൻ ഒക്കേഴ്സ് ഇൻ സൊമാറ്റിക് സെൽസ്, അല്ലെങ്കിൽ സെൽ ഡിവിഷൻ ഒക്കേഴ്സ് ഇൻ നോർമൽ സെൽസ്. ഏതാണത്? മൈറ്റോസിസ് ആണ്. അപ്പോൾ ഒരു സെൽ രണ്ട് ഐഡന്റിക്കൽ സെൽസ് ആയിട്ട് മാറുന്ന സെൽ ഡിവിഷനാണെന്ത്? മൈറ്റോസിസ്. ക്രോമസോം സംഖ്യ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിവിഷനാണെന്ത്? മൈറ്റോസിസ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ഈ പറയുന്ന നമ്മുടെ എല്ലാ നോർമൽ സെൽസിലും, എല്ലാ സൊമാറ്റിക് സെൽസിലും, അല്ലെങ്കിൽ എല്ലാ സാധാരണ കോശങ്ങളിലും നടക്കുന്ന എന്താണ്? മൈറ്റോസിസ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ മിയോസിസ് ആണെങ്കിൽ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, അതായത് നമ്മൾ പറഞ്ഞു ഇപ്പം നമ്മുടെ ഒരു സെല്ലിൽ 46 ക്രോമസോം ആണെന്ന് വിചാരിക്കാം, അല്ലേ? അപ്പോൾ ഇവിടെ നടക്കുന്നത് മിയോസിസ് ആണെങ്കിൽ ഉണ്ടാകുന്ന പുതിയ സെൽസിൽ 23 ക്രോമസോം വെച്ച് കാണത്തുള്ളൂ. അപ്പോൾ ക്രോമസോമിനെ പകുതിയായിട്ട് കുറയ്ക്കുന്ന ഡിവിഷനാണിത് മിയോസിസ്. അതുകൊണ്ട് മിയോസിസിനെ വിളിക്കുന്ന പേര് റിഡക്ഷൻ ഡിവിഷൻ. എന്താണ്? റിഡക്ഷൻ ഡിവിഷൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റാണ്, ക്രോമസോം സംഖ്യ അതുപോലെ നിലനിർത്തുകയും സെൽ ഡിവിഷനാണ് മൈറ്റോസിസ് എങ്കിൽ, ക്രോമസോം സംഖ്യ പകുതിയായിട്ട് കുറയ്ക്കുന്ന ഡിവിഷനാണിത് മിയോസിസ്. എല്ലാ റീപ്രൊഡക്റ്റീവ് സെൽസിലും, അല്ലെങ്കിൽ എല്ലാ പ്രത്യുൽപാദന കോശങ്ങളിലും, ഓക്കെ, എല്ലാ റീപ്രൊഡക്റ്റീവ് സെൽസിലും അല്ലെങ്കിൽ എല്ലാ പ്രത്യുൽപാദന കോശങ്ങളിലും നടക്കുന്ന സെൽ ഡിവിഷൻ അറിയപ്പെടുന്നത് എന്താണ്? മിയോസിസ് ആണ്. ഓക്കെ, അപ്പോൾ എക്സാമിന് ചോദിക്കാം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഡിവിഷനാണിത് മൈറ്റോസിസ്. അതുമാത്രമല്ല, അവിടെ ക്രോമസോം സംഖ്യ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്നാൽ ക്രോമസോം സംഖ്യ പകുതിയായിട്ട് കുറയ്ക്കുന്ന ഡിവിഷനെ വിളിക്കുന്ന പേരാണിത് മിയോസിസ്. അതുകൊണ്ട് മിയോസിനെ നമ്മൾ റിഡക്ഷൻ ഡിവിഷൻ, അതായത് വിളിക്കുന്നവർ റിഡക്ഷൻ ഡിവിഷൻ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു എല്ലാ നോർമൽ സെൽസിലും എല്ലാ സൊമാറ്റിക് സെൽസിലും നടക്കുന്നത് മൈറ്റോസിസ് ആണെങ്കിൽ, ഓക്കെ, റീപ്രൊഡക്റ്റീവ് സെൽസിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രത്യുൽപാദന കോശങ്ങളിലെ സെൽ ഡിവിഷനാണെന്ന് മിയോസിസ്. നമ്മുടെ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ടിഷ്യൂ റിപ്പയറിങ്, അതായത് കേടുപറ്റിയ കലകളൊക്കെ മാറ്റിയെടുക്കുക, അങ്ങനെ ടിഷ്യൂ റിപ്പയറിങ് അതുപോലെ തന്നെ ഗ്രോത്തുമായി ബന്ധപ്പെട്ട സെൽ ഡിവിഷൻ എന്താണത്? മൈറ്റോസിസ് ആണ്. എന്നാൽ ഗ്യാമേറ്റുകൾ, നമുക്കറിയാം മെയിൽ ഗ്യാമേറ്റിൻ്റെ പേരാണ് സ്പോം, അല്ലേ? ഫീമെയിൽ ഗ്യാമേറ്റിൻ്റെ പേരാണ് ഓവം. എന്താണ്? ഓവം. മെയിൽ ഗ്യാമേറ്റിനെ വിളിക്കുന്നത് സ്പോമോ, ഫീമെയിൽ ഗ്യാമേറ്റിനെ വിളിക്കുന്നത് ഓവം. അപ്പോൾ ഗ്യാമേറ്റുകൾ അല്ലെങ്കിൽ സ്പോമും ഓവവും ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഡിവിഷൻ എന്താണത്? മിയോസിസ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്, നമ്മളുടെ നോർമൽ ഗ്രോത്തുമായിട്ടും അതുപോലെ തന്നെ ടിഷ്യൂ റിപ്പയറിങ്ങുമായി ബന്ധപ്പെട്ട സെൽ ഡിവിഷനാണെന്ത്? മൈറ്റോസിസ് എങ്കിൽ നമ്മുടെ ഗ്യാമേറ്റുകൾ, അതായത് സ്പോമും എഗ്ഗും ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഡിവിഷനാണെന്ത്? മിയോസിസ്. അപ്പോൾ എക്സാമിന് ചോദിക്കാം, സ്പോമിൽ എത്ര ക്രോമസോം ഉണ്ട്? നമുക്കറിയാം സ്പോം ഉണ്ടാകുന്നത് മിയോസിസിൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് സ്പോമിലെ ക്രോമസോംസിന് ആയിരിക്കും 23 ആയിരിക്കും. അതുപോലെ തന്നെ ഓവം ഉണ്ടാകുന്നതും ഇതിൻ്റെ ഫലമായിട്ടാണ് മിയോസിസ് ആണ്. അതുകൊണ്ട് ഓവത്തിൻ്റെ ക്രോമസോം സംഖ്യ എത്രയാണ്? 23 ആണ്. രണ്ടും കൂടെ കൂടിച്ചേരുമ്പോൾ സൈഗോട്ട് ഉണ്ടാകുന്നു, അല്ലേ? സൈഗോട്ടിൻ്റെ ക്രോമസോം സംഖ്യ എത്രയാണ്? 46 ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഗ്യാമേറ്റുകൾ ഉണ്ടാകുന്ന സെൽ ഡിവിഷനാണിത് മിയോസിസ്. അതുകൊണ്ട് തന്നെ സ്പോമിൻ്റെ ക്രോമസോം 23 ആണ്, ഓവത്തിൻ്റെ ക്രോമസോം 23 ആണ്. സോ കൂടിച്ചേരുമ്പോൾ സൈഗോട്ട് എത്ര ആയിട്ട്? 46 ആയിട്ട് മാറുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കൊന്ന് പറയാം,
യൂക്കാരിയോട്ടിൽ രണ്ട് തരത്തിലുള്ള സെൽ ഡിവിഷൻസ് ഉണ്ട്. മൈറ്റോസിസം ഉണ്ട്, മിയോസിസം ഉണ്ട്. ഓക്കെ, മൈറ്റോസിസിൻ്റെ മലയാളമാണെന്ത്? ക്രമഫംഗം. മിയോസിസ് ആണെങ്കിൽ ഊനഫംഗമാണ്. അപ്പോൾ ഒരു സെൽ ഡിവൈഡ് ചെയ്ത് രണ്ട് ഐഡൻറ്റിക്കൽ സെൽസ് ആയിട്ട് മാറുകയാണെങ്കിൽ അത് മൈറ്റോസിസ് ആണ്. ഓക്കെ, അതുമാത്രമല്ല എന്താണ്, ക്രോമസോം സംഖ്യ അതുപോലെ നിലനിർത്തുന്ന ഡിവിഷനും എന്താണ്? മൈറ്റോസിസ് ആണ്. എല്ലാ നോർമൽ സെൽസിലും എല്ലാ സൊമാറ്റിക് സെൽസിലും നടക്കുന്ന എന്താണ്? മൈറ്റോസിസ് ആണ്. ഗ്രോത്തുമായിട്ടും അതുപോലെ ടിഷ്യൂ റിപ്പയറിങ്ങുമായി ബന്ധപ്പെട്ട സെൽ ഡിവിഷൻ എന്താണ്? മൈറ്റോസിസ് ആണ്. എന്നാൽ ക്രോമസോം സംഖ്യ പകുതിയായിട്ട് കുറയ്ക്കുന്ന ഡിവിഷനാണെന്ത്? മിയോസിസ്. അതുകൊണ്ട് മിയോസിസ് നമ്മൾ റിഡക്ഷൻ ഡിവിഷൻ എന്താണ്? റിഡക്ഷൻ ഡിവിഷൻ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി റീപ്രൊഡക്റ്റീവ് സെൽസിൽ അല്ലെങ്കിൽ പ്രത്യുൽപാദന കോശങ്ങളിൽ നടക്കുന്ന സെൽ ഡിവിഷനാണിത് മിയോസിസ്. ഓക്കെ, നമ്മൾ പറഞ്ഞു. പിന്നെ ഗ്യാമേറ്റുകൾ ഉണ്ടാകുന്ന പലപ്പോഴും മിയോസിസിൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് തന്നെ സ്പോമിന് ക്രോമസോം 23 ആയിരിക്കും, ഓവത്തിന് 23 ആയിരിക്കും, കൂടി ചേരുമ്പോൾ സൈഗോട്ട് എത്രയാണ്? 46 മാറുന്നുണ്ട്. മിയോസിസ് ആണെങ്കിലും മൈറ്റോസിസ് ആണെങ്കിലും പ്രധാനമായിട്ടും 4 ഫേസുകളാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ മിയോസിസ് ആണെങ്കിലും മൈറ്റോസിസ് ആണെങ്കിലും 4 ഫേസുകൾ നടക്കുന്നത്. അത് പ്രധാനപ്പെട്ട ഫേസുകളാണ്. പ്രോ ഫേസ് എന്താണ്? പ്രോ ഫേസ്. ഓക്കെ, അടുത്തയാണ് ശ്രദ്ധിക്കുക, മെറ്റാഫേസ് എന്താണ്? മെറ്റാഫേസ്. അടുത്ത ഫേസാണ് അനാഫേസ് എന്താണ്? അനാഫേസ്. അടുത്തയാണ് ടീലോഫേസ് എന്താണ്? ടീലോഫേസ്. അപ്പോൾ സെൽ ഡിവിഷനിൽ 4 ഫേസുകൾ, അതായത് മൈറ്റോസിസ് ആണെങ്കിലും മിയോസിസ് ആണെങ്കിലും 4 ഫേസുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതൊക്കെയാണ് 4 ഫേസുകൾ? പ്രോ ഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. അപ്പോൾ സെൽ ഡിവിഷനിലെ ആദ്യ ഫേസാണ് പ്രോ ഫേസ് എങ്കിൽ അവസാനത്തെ ഫേസാണ് ടീലോഫേസ്. അപ്പോൾ മൈറ്റോസിസ് ആണെങ്കിലും മിയോസിസ് ആണെങ്കിലും 4 ഫേസുകളിലൂടെ കടന്നു പോകുന്നു. ഏതൊക്കെ 4 ഫേസുകൾ? പ്രോ ഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. നമുക്കാദ്യം മൈറ്റോസിസിൻ്റെ ഈ 4 ഫേസുകളിൽ പരിചയപ്പെടാം. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പർട്ടിക്കുലർ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ പോയിന്റിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് പ്രോഫേസ്. ശ്രദ്ധിക്കുക, നമ്മളുടെയൊക്കെ സെൽസിൽ കാണപ്പെടുന്ന ക്രൊമാറ്റിൻ റെറ്റിക്കുലം. ഓക്കെ, അപ്പോൾ പ്രോഫേസിന് മുമ്പ് നമ്മൾ സെല്ല് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ന്യൂക്ലിയസിനകത്ത് ഈ ക്രോമസോംസുകളൊക്കെ ഇങ്ങനെ സ്പിൻഡിൽ ഫൈബറായിട്ട് കാണും, ഇങ്ങനെ ഫൈബറുകളായിട്ട് കാണപ്പെടും, അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് ഫൈബർ പോലെ കാണപ്പെടും. ഇതാണ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം. ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലം ക്രോമസോമായിട്ട് മാറും. എന്തായിട്ട് മാറുന്നു? ക്രോമസോം. അപ്പോൾ ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്തായിട്ട് മാറുന്നു? ക്രോമസോമായിട്ട് മാറുന്നു. അപ്പോൾ ക്രൊമാറ്റിൻ റെറ്റിക്കുലം ക്രോമസോമായി മാറുന്ന ഫേസ് ആണിത് പ്രോഫേസ്. അപ്പോൾ ആ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ഇങ്ങനെ പഠിക്കുക, ക്രൊമാറ്റിൻ റെറ്റിക്കുലം ക്രോമസോമായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ക്രൊമാറ്റിൻ റെറ്റിക്കുലം ക്രോമസോമായി മാറുന്ന ഫേസിനെ വിളിക്കുകയാണ് പ്രോഫേസ്. എന്താണ്? പ്രോഫേസ്. ആ പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. ക്രൊമാറ്റിൻ റെറ്റിക്കുലം ക്രോമസോമായി മാറുന്ന ഫേസിനെ വിളിക്കുന്നതാണ് പ്രോഫേസ്. എന്താണ്? പ്രോഫേസ്. ഓക്കെ, ഇനി എന്താണ് മെറ്റാഫേസ്? നമ്മൾ നോക്കാം എന്താ മെറ്റാഫേസ് എന്ന്. അപ്പോൾ ഈ ക്രോമസോംസ് ഉണ്ടായി അല്ലേ? ശ്രദ്ധിക്കുക, ഈ ക്രോമസോം ഇക്വിറ്റോറിലോട്ട് അറേഞ്ച് ചെയ്യും. എവിടേക്കാണ്? ഇക്വിറ്റോറിലോട്ട് ക്രോമസോംസിനെ അറേഞ്ച് ചെയ്യും. അപ്പോൾ ക്രോമസോംസിനെ ഇക്വിറ്റോറിലോട്ട് അറേഞ്ച് ചെയ്യും. അപ്പോൾ ക്രോമസോംസ് ഇങ്ങനെ ഇക്വിറ്റോറിലോട്ട് അറേഞ്ച് ചെയ്യുന്ന ആ ഫേസ് ആണെന്ത്? മെറ്റാഫേസ്. എന്താണ്? മെറ്റാഫേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് എന്താണ്? ക്രൊമാറ്റിൻ റെറ്റിക്കുലം ക്രോമസോമായി മാറുന്ന ഫേസ് എന്താണ്? പ്രോഫേസ് ആണെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? ഈ ക്രോമസോംസുകൾ എവിടേക്ക്? ഇക്വിറ്റോറിലോട്ട് അറേഞ്ച് ചെയ്യും. ക്രോമസോംസുകൾ ഇക്വിറ്റോറിലോട്ട് അറേഞ്ച് ചെയ്യുന്ന ഫേസ് ആണെന്ത്? മെറ്റാഫേസ്. എന്താണ്? മെറ്റാഫേസ്. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പോൾ പോയിന്റ് ആലോചിക്കുക, ക്രൊമാറ്റിൻ റെറ്റിക്കുലം ക്രോമസോമായി മാറുന്ന ഫേസ് ഏത് ഫേസ് ആണിത്? പ്രോഫേസ് ആണെങ്കിൽ ഈ ക്രോമസോംസുകൾ ഇക്വിറ്റോറിലോട്ട് അറേഞ്ച് ചെയ്യുന്ന ഫേസ്, ആ ഫേസ് ആണെന്ന് മെറ്റാഫേസ്. എന്താണ്? മെറ്റാഫേസ്. ഓക്കെ, ഇനി അടുത്ത അനാഫേസ് ആണ്. അനാഫേസിൽ സംഭവിക്കുന്നത് ഈ ക്രോമസോംസിൻ്റെ ക്രൊമാറ്റിഡുകളുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്രോമസോം ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ക്രോമസോം ആണെങ്കിൽ ഈ ക്രോമസോമിൻ്റെ ഓരോ ഭാഗം നമ്മൾ ക്രൊമാറ്റിഡുകൾ വിളിക്കുന്നവരാണ് ക്രൊമാറ്റിഡുകൾ. എന്താണ്? ക്രൊമാറ്റിഡുകൾ എന്ന് പറയാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ക്രോമസോമിൻ്റെ ആമുകൾ അല്ലെങ്കിൽ ക്രോമസോംസിൻ്റെ ആമുകൾ നമ്മൾ ക്രൊമാറ്റിഡുകൾ എന്ന് പറയാം. നമുക്ക് ശ്രദ്ധിക്കാം, ഈ ക്രൊമാറ്റിഡുകൾ ഇങ്ങനെ 2 പോളുകളിലോട്ടും അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ ക്രൊമാറ്റിഡുകൾ എവിടേക്ക് പോകുന്നു? 2 പോളിലേക്കും ക്രൊമാറ്റിഡുകൾ അങ്ങ് വലിഞ്ഞു പോകും. അപ്പോൾ ഇക്വിറ്റോറിലിരുന്ന ഈ ക്രൊമാറ്റിഡുകൾ 2 പോളിലോട്ടും ഇങ്ങനെ വലിഞ്ഞു പോകും. ആ ഫേസിനെ വിളിക്കുന്ന പേരാണിത്? അനാഫേസ്. എന്താണ്? അനാഫേസ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം പറഞ്ഞു ക്രൊമാറ്റിൻ റെറ്റിക്കുലം ക്രോമസോമായി മാറുന്ന ഫേസിനെ വിളിക്കുന്ന ഒരു പ്രോഫേസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഈ ക്രോമസോംസുകൾ ഇക്വിറ്റോറിലോട്ട് അറേഞ്ച് ചെയ്യുന്ന ഫേസ് ആണിത് മെറ്റാഫേസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇക്വിറ്റോറിലിരിക്കുന്ന ഈ ക്രോമസോംസിൻ്റെ ക്രൊമാറ്റിഡുകൾ 2 പോളിലോട്ടും അങ്ങ് 2 ധ്രുവങ്ങളിലോട്ട് 2 പോളിലോട്ടും അങ്ങ് വലിഞ്ഞു പോകും. ആ ഫേസ് ആണിത്? അനാഫേസ്. എന്താണ്? അനാഫേസ്. ഓക്കെ, ഇനി വീണ്ടും ഈ ക്രോമസോമുകൾ എന്തായിട്ട് മാറും? ക്രൊമാറ്റിൻ റെറ്റിക്കുലമായിട്ട് മാറും. ഓക്കെ, വീണ്ടും ഈ 2 പോളിലോട്ടും പോയ ഈ ക്രൊമാറ്റിഡുകൾ വീണ്ടും എന്തായിട്ട് മാറും? ഈ ക്രൊമാറ്റിഡുകൾ ക്രോമസോമായിട്ട് മാറുകയും അത് വീണ്ടും എന്തെങ്കിലും ക്രൊമാറ്റിൻ റെറ്റിക്കുലമായിട്ട് തിരിച്ചു മാറുകയും ചെയ്യുന്നു. നമ്മൾ ആ ഫേസിനെ വിളിക്കുന്ന പേരാണെന്ത്? ടീലോഫേസ്. എന്താണ്? ടീലോഫേസ്. അപ്പോൾ ഈ പർട്ടിക്കുലർ പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, പോയിന്റ് മാത്രം ശ്രദ്ധിക്കുക. ക്രൊമാറ്റിൻ റെറ്റിക്കുലം ക്രോമസോമായി മാറുന്ന ഫേസ് ഏതാണിത്? പ്രോഫേസ്. അപ്പോൾ ഇതിനൊക്കെ പഠിക്കണം കേട്ടോ. ക്രൊമാറ്റിൻ റെറ്റിക്കുലം ക്രോമസോമായി മാറുന്ന ഫേസ് ആണ് ഏത് ഫേസ്? പ്രോഫേസ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? ഈ
ക്രോമസോംസുകൾ ഇക്വിറ്റോറിലോട്ട് അറേഞ്ച് ചെയ്യുന്ന ഫേസ് വിളിക്കുന്ന പേരെന്താ? മെറ്റാഫേസ് എന്നാണ്, മെറ്റാഫേസ്. ഓക്കെ, ഇനി ഇക്വിറ്റോറിലിരിക്കുന്ന ഈ ക്രൊമാറ്റിഡുകൾ 2 പോളിലോട്ടും അങ്ങ് പോകും. ആ ഫേസിനെ വിളിക്കുന്ന പേരാണ് ഇത് അനാഫേസ്. ഓക്കെ, ഇനി ഈ പോളിലോട്ട് പോയ എന്താണ് ഈ ക്രോമോസോംസുകൾ അല്ലെങ്കിൽ ക്രൊമാറ്റിഡുകൾ വീണ്ടും എന്തായിട്ട് മാറും? പഴയതുപോലെ തന്നെ ക്രൊമാറ്റിഡ് റെറ്റിക്കുലമായിട്ട് തിരിച്ചു മാറും. ആ ഫേസിനെ വിളിക്കുന്ന പേരാണ് ഇത് ടീലോഫേസ്. എന്താണ്? ടീലോഫേസ്. അപ്പോൾ ഒന്നുകൂടെ പറയാൻ പോയിന്റുകൾ ശ്രദ്ധിക്കുക. കുറച്ച് പ്രയാസമുള്ള ഭാഗം തന്നെയാണ്, മനസ്സിലാക്കി തന്നെ ഇരിക്കണം. അത് ആ പോയിന്റുകൾ മാത്രം ഓർത്തിരുന്നാൽ മതി. ആ പോയിന്റുകളെ എക്സാമിന് സാധാരണ ചോദിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് പറയാം, മൈറ്റോസിസ് ആണെങ്കിലും മിയോസിസ് ആണെങ്കിലും 4 ഫേസുകളിലൂടെ കടന്നു പോകാറുണ്ട്. ഏതൊക്കെയാണിത്? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഓക്കെ, അതിൽ നമ്മൾ പറഞ്ഞു ആദ്യ ഫേസാണ് പ്രോഫേസ്. ന്യൂക്ലിയസിൽ അല്ലെങ്കിൽ സെൽസിൽ കാണപ്പെടുന്ന ക്രൊമാറ്റിക് റെറ്റിക്കുലം ക്രോമസോമായിട്ട് മാറുന്നു. ക്രൊമാറ്റിക് റെറ്റിക്കുലം ക്രോമസോമായി മാറുന്ന ഫേസിനെ വിളിക്കുന്ന പേരാണിത് പ്രോഫേസ്. ഓക്കെ, ഇനി ഈ ക്രോമസോമുകൾ ഇക്വിറ്റോറിലോട്ട് അറേഞ്ച് ചെയ്യും. ആ ഫേസിനെ വിളിക്കുന്നവരാണിത് മെറ്റാഫേസ്. ഓക്കെ, ഇക്വിറ്റോറിലിരിക്കുന്ന എന്താണ് ഈ ക്രോമസോംസിൻ്റെ ക്രൊമാറ്റിഡുകൾ അല്ലെങ്കിൽ 2 ആമുകളും 2 പോളുകളിലോട്ട് അങ്ങ് പോകുന്നത്. ആ ഫേസാണിത് അനാഫേസ്. ആ പോളുകളിലോട്ട് പോകുന്ന അവർ വീണ്ടും എന്തായിട്ട് മാറും? ക്രൊമാറ്റിക് റെറ്റിക്കുലമായിട്ട് മാറും. ഓക്കെ, ആ ഫേസിനെ നമ്മൾ വിളിക്കുന്നവരാണിത് ടീലോഫേസ്. എന്താണ്? ടീലോഫേസ്. ഈ 4 ഫേസുകളുമാണ് മൈറ്റോസിസിൻ്റെ പ്രധാനമായിട്ടും പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഓക്കെ, ഇത്രയുമാണ് നമ്മളിവിടെ പറയുന്നത് മൈറ്റോസിസിൽ പറയുന്നത്. അതുപോലെ തന്നെ മിയോസിസിലുമുണ്ട് ഈ 4 ഫേസുകളും. പക്ഷേ സാധാരണ എക്സാമിന് ചോദിക്കുന്നത് മിയോസിസിൻ്റെ പ്രോഫേസ് ആണ്. ഓക്കെ, എക്സാമിന് ചോദിച്ചവരെ കണ്ടിരിക്കുന്നത് മിയോസിസിൻ്റെ പ്രോഫേസിനെ കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസുകൾ എക്സാമിന് കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാമിന്. നമ്മൾ നോക്കാം മിയോസിസിൻ്റെ പ്രോഫേസ്. മിയോസിസിൻ്റെ പ്രോഫേസിൽ പ്രധാനമായിട്ടും 5 സബ് സ്റ്റേജുകളുണ്ട്. പഠിക്കണം, മിയോസിസിൻ്റെ പ്രോഫേസിൽ പ്രധാനമായിട്ടും 5 സബ് സ്റ്റേജുകളുണ്ട്. 5 സബ് സ്റ്റേജുകൾ. നമുക്ക് ആ സ്റ്റേജുകൾ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റേജിൻ്റെ പേരാണ് ശ്രദ്ധിക്കുക, ലെപ്റ്റോട്ടിൻ. എന്താണ്? ലെപ്റ്റോട്ടിൻ. അങ്ങ് പഠിച്ചോണം അത്, ലെപ്റ്റോട്ടിൻ. ഓക്കെ, രണ്ടാമത്തെ ഫേസ് ആണ് സൈഗോട്ടിൻ. പ്രയാസമുണ്ടാവും, വീണ്ടും വീണ്ടും മനസ്സിൽ പറയുക, സൈഗോട്ടിൻ. എന്താണ്? സൈഗോട്ടിൻ. ഓക്കെ, അടുത്ത ഫേസ് ആണ് ശ്രദ്ധിക്കുക, പാക്കറ്റിൻ. എന്താണ്? പാക്കറ്റിൻ. അടുത്ത സ്റ്റേജ് ആണെന്ത്? പാക്കറ്റിൻ. അടുത്ത സ്റ്റേജ് ആണ് ശ്രദ്ധിക്കുക, ഡിപ്ലോട്ടിൻ. എന്താണ്? ഡിപ്ലോട്ടിൻ. ഡിപ്ലോട്ടിൻ. ഓക്കെ, ഡിപ്ലോട്ടിൻ. ഓക്കെ, അടുത്ത സ്റ്റേജ് ഡയാകൈനസിസ്. എന്താണ്? ഡയാകൈനസിസ്. 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 അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്നത് മിയോസിസിൻ്റെ എന്താണ്? പ്രോഫേസിനെ കുറിച്ചാണ്. മിയോസിസിൻ്റെ പ്രോഫേസാണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ്. അവിടെ നിന്നാണ് സാധാരണ ഡിഗ്രി ലെവൽ എക്സാമിന് ക്വസ്റ്റ്യൻസുകൾ സാധാരണ ചോദിക്കുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. മിയോസിസിൻ്റെ പ്രോഫേസിൽ 5 പ്രധാനപ്പെട്ട സബ് സ്റ്റേജുകളുണ്ട്. ഏതൊക്കെയാണത്? ലെപ്റ്റോട്ടിന്, സൈഗോട്ടിന്, പാക്കറ്റിന്, ഡിപ്ലോട്ടിന്, ഡയാകൈനസിസ്. ഇതൊക്കെയെന്ന് പറഞ്ഞു, പ്രയാസമുണ്ടാകും, വീണ്ടും വീണ്ടും പറയുക. ഏതൊക്കെയാ? ലെപ്റ്റോട്ടിൻ. എന്താണ്? ലെപ്റ്റോട്ടിൻ. അടുത്ത എന്താ? സൈഗോട്ടിൻ. എന്താണ്? സൈഗോട്ടിൻ. അടുത്ത എന്താ? പാക്കറ്റിൻ. എന്താണ്? പാക്കറ്റിൻ. അടുത്തയാണിത് ഡിപ്ലോട്ടിൻ. എന്താണ്? ഡിപ്ലോട്ടിൻ. അടുത്തയാണിത് ഡയാകൈനസിസ്. എന്താണ്? ഡയാകൈനസിസ്. നമ്മൾ നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈവൻസുകൾ. ശ്രദ്ധിക്കാം, ഈ ആദ്യ ഫേസാണ് ലെപ്റ്റോട്ടിൻ. ഓക്കെ, ഈ ലെപ്റ്റോട്ടിന് മുമ്പ് നമ്മുടെ സെല്ല് നോക്കുകയാണെങ്കിൽ, ലെപ്റ്റോട്ടിന് മുമ്പ് ഒരു സെല്ല് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സെൽസിനകത്ത് ക്രോമസോംസ് ഇങ്ങനെ സ്കാറ്റേഡ് ആയിരിക്കും. അപ്പോൾ ലെപ്റ്റോട്ടിന് മുമ്പ് സെൽസിനകത്ത് ക്രോമസോംസുകൾ സ്കാറ്റേഡ് ആയിരിക്കും. ഇങ്ങനെ സ്കാറ്റേഡായി കിടക്കുന്ന ക്രോമസോംസുകൾ കോമ്പാക്ട് ചെയ്ത് വരുന്നു. എന്താണ്? കോമ്പാക്ട്. ക്രോമസോംസ് അടുത്തടുത്ത് വരുന്നു. അപ്പോൾ ഒരു സെൽസിൽ ചിതറിക്കിടക്കുന്ന ക്രോമസോംസുകൾ അടുത്തടുത്ത് വരുന്നു. അപ്പോൾ നമുക്ക് പറയാം കോമ്പാക്ടേഷൻ ഓഫ് ക്രോമസോം ഒക്കോസിൻ. അങ്ങനെ തന്നെ എക്സാമിന് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ലെപ്റ്റോട്ടിന് മുമ്പ് ഒരു ക്രോമസോം നമ്മൾ ഒരു സെല്ല് നോക്കിക്കഴിഞ്ഞാൽ ആ സെൽസിനകത്ത് ക്രോമസോംസുകൾ സ്കാറ്റേഡ് ആയിരിക്കും, ചിതറിക്കിടക്കുമായിരിക്കും. ആ സ്കാറ്റേഡ് ആയി കിടക്കുന്ന ക്രോമസോംസുകൾ അടുത്തടുത്ത് വരുന്നു. ദാറ്റ്സ് കാൾഡ് കോമ്പാക്ടേഷൻ. എന്താണ്? കോമ്പാക്ടേഷൻ. അപ്പോൾ എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കാം, കോമ്പാക്ടേഷൻ ഓഫ് ക്രോമസോം ഒക്കോസിൻ ഏത് ഫേസ് ആണത്? ലെപ്റ്റോട്ടിൻ ആണ്. അപ്പോൾ ചിതറിക്കിടക്കുന്ന ക്രോമസോംസുകൾ അടുത്തടുത്ത് വരുന്നു, അതാണ് കോമ്പാക്ടേഷൻ. സോ കോമ്പാക്ടേഷൻ ഓഫ് ക്രോമസോം ഒക്കോസിൻ ഏത് ഫേസ് ആണ്? ലെപ്റ്റോട്ടിൻ. എന്താണ്? ലെപ്റ്റോട്ടിൻ ഫേസിലാണ്. ഓക്കെ, അടുത്താണ് സൈഗോട്ടിൻ. എന്താണ്? സൈഗോട്ടിൻ. സൈഗോട്ടിൻ സംഭവിക്കുന്നത് ഈ അടുത്തടുത്ത് വരുന്ന ക്രോമസോംസുകൾ പെയറുകളായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അടുത്തടുത്ത് വരുന്ന ക്രോമസോംസുകൾ ജോഡികളായിട്ട് പെയറുകളായിട്ട് മാറുകയാണെങ്കിൽ ആ ഫേസിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ സൈഗോട്ടിൻ. എന്താണ്? സൈഗോട്ടിൻ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു കോമ്പാക്ടേഷൻ ഓഫ് ക്രോമസോംസ് ഒക്കോസിൻ ഏത് ഫേസ് ആണ്? ലെപ്റ്റോട്ടിൻ ആണെങ്കിൽ പെയറിംഗ് ക്രോമസോംസ് ഒക്കോസിൻ ഏത് ഫേസ് ആണ്? സൈഗോട്ടിൻ ആണ്. ഓക്കെ, അപ്പോൾ ക്രോമസോംസുകൾ അടുത്തടുത്ത് വരുന്ന ഫേസ് ആണെങ്കിൽ ലെപ്റ്റോട്ടിൻ ആണ്. അടുത്തടുത്ത് വരുന്ന ക്രോമസോംസുകൾ ജോഡികൾ പെയറുകളായിട്ട് മാറുകയാണെങ്കിൽ ആ ഫേസ് ആണെന്ത്? സൈഗോട്ടിൻ. എന്താണ്? സൈഗോട്ടിൻ. ഇനി ശ്രദ്ധിക്കുക, ഈ പെയറുകളായി കാണപ്പെടുന്ന ക്രോമസോംസിൻ്റെ ക്രൊമാറ്റിഡുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞു ക്രൊമാറ്റിഡ് എന്ന് പറഞ്ഞല്ലേ, ഈ ക്രൊമാറ്റിഡുകൾ പരസ്പരം ഇങ്ങനെ ക്രോസ് ഓവർ ചെയ്യും. അത് പരസ്പരം ഇങ്ങനെ ക്രോസ് ചെയ്ത് വരും. ഓക്കെ,
അപ്പം ഈ ജോഡികളായിരിക്കുന്ന എന്താണ് ക്രോമസോംസിൻ്റെ ഈ ക്രൊമാറ്റിഡുകൾ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ ക്രോസ് ചെയ്യും. ഓക്കെ, ദാറ്റ് പ്രോസസ് കാൾഡ് ക്രോസിംഗ് ഓവർ. എന്താണ് ക്രോസിംഗ് ഓവർ? അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ക്രോമസോംസ് ആണ് അല്ലേ, അവരുടെ ക്രൊമാറ്റിഡുകൾ പരസ്പരം ഇങ്ങനെ ക്രോസ് ഓവർ ചെയ്യും. ഓക്കെ, ദാറ്റ്സ് കാൾഡ് ക്രോസിംഗ് ഓവർ. അപ്പോൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാമിനെ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ് ക്രോസിംഗ് ഓവർ ഒക്കോസിൻ. ഏത് ഫേസ് ആണത്? പാക്കറ്റിൻ. എന്താണ് പാക്കറ്റിൻ? അപ്പോൾ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. കോമ്പാക്ടേഷൻ ക്രോമസോം ഒക്കോസിൻ ഏത് ഫേസ് ആണത്? ലെപ്റ്റോട്ടിനാണ്. പെയറിംഗ് ക്രോമസോം ഒക്കോസിൻ എവിടെയാണത്? സൈക്കോട്ടിനാണ്. അടുത്ത ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോം ചോദിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ക്രോസിംഗ് ഓവർ ഒക്കോസിൻ ഏത് ഫേസ് ആണത്? പാക്കറ്റിൻ. എന്താണ് പാക്കറ്റിൻ? ഓക്കെ, ഈ ക്രോസിംഗ് ഓവർ പൂർണ്ണമായിട്ട് നടന്നു കഴിയുമ്പോൾ, ഓക്കെ, നടന്നു കഴിയുന്ന സമയത്ത് ആ ക്രോസിംഗ് ഓവർ ചെയ്ത ഭാഗത്ത് ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്യും. നമ്മൾ പറഞ്ഞ് ശ്രദ്ധിക്കുക, ഈ ക്രൊമാറ്റൈഡുകൾ പൂർണ്ണമായിട്ടും ക്രോസ് ഓവർ ചെയ്തിട്ട് ആ ക്രോസ് ഓവർ ചെയ്യുന്ന ഭാഗത്ത് ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്യും. നമ്മൾ ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന ഒരു പേരുണ്ട് കയാസ്മാറ്റ. എന്താണ് കയാസ്മാറ്റ? വിളിക്കുന്ന പേരാണെന്ത്? കയാസ്മാറ്റ. അപ്പോൾ രണ്ട് ആമുകളും ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് കുറേ നേരത്തേക്ക് ഒരു എക്സ് ഷേപ്ഡ് ആയിട്ടിരിക്കും. ആ എക്സ് ഷേപ്ഡ് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കയാസ്മാറ്റ. എന്താണ് കയാസ്മാറ്റ? അപ്പോൾ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് കയാസ്മാറ്റ ഫോർമേഷൻ ഒക്കോസിൻ ഏത് ഫേസ് ആണ്? ഡിപ്ലോട്ടിൻ. എന്താണ് ഡിപ്ലോട്ടിൻ? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കോമ്പാക്ടേഷൻ ക്രോമസോം ഒക്കോസിൻ എവിടെയാണ്? ലെപ്റ്റോട്ടിനാണ്. പെയറിംഗ് ക്രോമസോംസ് ഒക്കോസിൻ എവിടെയാണ്? സൈഗോട്ടിനാണ്. ക്രോസിംഗ് ഓവർ ഒക്കോസിൻ ഏത് ഫേസ് ആണത്? പാക്കറ്റിനാണ്. ഇനി ആ ക്രോസിംഗ് ഓവർ ചെയ്തിട്ട് എക്സ് ഷേപ്ഡ് സ്ട്രക്ചറാണ് കയാസ്മാറ്റ. കയാസ്മാറ്റ ഫോർമേഷൻ ഒക്കോസിൻ ഏത് ഫേസ് ആണത്? ഡിപ്ലോട്ടിനാണ്. ഇനി കുറേ കഴിയുമ്പോൾ ഈ കയാസ്മാറ്റ അങ്ങ് വിട്ടുപോകും. ദാറ്റ് ഇസ് കാൾഡ് ടെർമിനേഷൻ ഓഫ് കയാസ്മാറ്റ. ടെർമിനേഷൻ ഓഫ് കയാസ്മാറ്റ ഒക്കോസിൻ ഏത് ഫേസ് ആണ്? ഡയാകൈനസിസ്. എന്താണ് ഡയാകൈനസിസ്? അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന എന്താണ് ഈ ക്രോമസോംസിന്റെ കയാസ്മാറ്റ അങ്ങ് ബ്രേക്ക് ആവും. അപ്പോൾ കയാസ്മാറ്റ ബ്രേക്ക് ആയിട്ട് അല്ലെങ്കിൽ കയാസ്മാറ്റ ടെർമിനേറ്റ് ചെയ്യുന്ന ഫേസ് ആണെന്ത്? ഡയാകൈനസിസ്. എന്നാണ് ഡയാകൈനസിസ്. ഇത് സാധാരണ ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിക്കാറുണ്ട്. മൈറ്റോസിസിന്റെ സ്റ്റേജുകൾ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷേ മിയോസിസിന്റെ സ്റ്റേജുകൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കൊന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഫേസും മെറ്റാഫേസും അനാഫേസും ടീലോഫേസും ഒക്കെ മിയോസിസിലുമുണ്ട്. പക്ഷേ മിയോസിസിൻ്റെ പ്രോഫേസ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. മിയോസിസിൻ്റെ പ്രോഫേസിൽ 5 മെയിൻ സബ് സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജുകളുടെ പേരുകൾ നമുക്കൊന്ന് പറയാം. ഏതൊക്കെയായിരുന്നു? ലെപ്റ്റോട്ടിന്, സൈക്കോട്ടിന്, പാക്കറ്റിന്, ഡിപ്ലോട്ടിന്, ഡയാകൈനസിസ്. എന്താണ് ലെപ്റ്റോട്ടിൻ? നമ്മൾ പറഞ്ഞു എന്താണ്? ക്രോമസോംസുകൾ അടുത്തടുത്ത് വരുന്നു. ദാറ്റ് ഇസ് കാൾഡ് കോമ്പാക്ടേഷൻ. ആ വേർഡ് മാത്രം അറിയിച്ചാൽ മതി. കോമ്പാക്ടേഷൻ ഓഫ് ക്രോമസോം ഒക്കോസിൻ ഏത് ഫേസ് ആണത്? ലെപ്റ്റോട്ടിനാണ്. ഓക്കെ, ഇനി അടുത്തടുത്ത് വരുന്ന ക്രോമസോംസുകൾ പെയറിംഗ് ആയിട്ട് മാറുന്നു, പെയറുകളായിട്ട്. സോ ഓർക്കുക, പെയറിംഗ് ക്രോമസോം ഒക്കോസിൻ ഏത് ഫേസ് ആണ്? സൈഗോട്ടിനാണ്. ഇനി ആ പെയറുകളായിരിക്കുന്ന ക്രോമസോംസിന്റെ ആ ക്രൊമാറ്റൈഡുകൾ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പറയുന്ന ടൈം എന്താ? ക്രോസിംഗ് ഓവർ. ചോദിച്ചിട്ടുണ്ട് ക്രോസിംഗ് ഓവർ ഒക്കോസിൻ ഏത് ഫേസ് ആണത്? പാക്കറ്റിനാണ്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു എന്താണ്? ഈ ക്രോസിംഗ് ഓവർ പൂർണ്ണമായിട്ട് നടന്നു കഴിയുമ്പോൾ ആ ക്രോസ് ചെയ്ത ഭാഗം ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്യും. നമ്മൾ സ്ട്രക്ചറിനെ കയാസ്മാറ്റ എന്ന് പറയും. അപ്പോൾ ചോദിച്ചിട്ടുണ്ട് കയാസ്മാറ്റ ഫോർമേഷൻ ഒക്കോസിൻ ഏത് ഫേസ് ആണ്? ഡിപ്ലോട്ടിൻ. എന്താണ് ഡിപ്ലോട്ടിനാണ്. ഓക്കെ, പിന്നെ നമുക്ക് പറയാം ഈ കയാസ്മാറ്റ അങ്ങ് വിട്ടുപോകും. ആ ഫേസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡയാകൈനസിസ്. എന്താണ് ഡയാകൈനസിസ്? ഇത്രയുമാണ് മിയോസിസിൻ്റെ പ്രോഫേസിൻ്റെ സബ് സ്റ്റേജുകൾ. അപ്പോൾ നമുക്ക് ഇതുവരെ പറഞ്ഞ പോയിന്റ്സ് ഇങ്ങനെ പറയാം. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എക്സാമിന് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു യൂക്യാരിയോട്ടിൽ 2 തരത്തിലുള്ള സെൽ ഡിവിഷൻസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? മൈറ്റോസിസും ഉണ്ട്, മിയോസിസും ഉണ്ട്. നമ്മൾ മൈറ്റോസിസിനെ വിളിച്ച് മലയാളത്തിൽ പറഞ്ഞ പേരെന്താ? ക്രമഫംഗം എന്നും, മിയോസിസിനെ നമ്മൾ വിളിച്ച പേര് ഊനഫംഗം എന്നും പറയുന്നു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? മൈറ്റോസിസ് ആണെങ്കിൽ ഒരു സെല്ല് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു സെല്ല് 2 ഐഡന്റിക്കൽ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഡിവിഷനെ വിളിക്കുന്നവരാണിത് മൈറ്റോസിസ്. മൈറ്റോസിസിൽ ക്രോമസോം സംഖ്യ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാ നോർമൽ സെൽസിലും അല്ലെങ്കിൽ എല്ലാ സൊമാറ്റിക് സെൽസിലും നടക്കുന്ന എന്താണ്? മൈറ്റോസിസ് ആണ്. നമ്മുടെ ഗ്രോത്തുമായിട്ടും അതുപോലെ ടിഷ്യൂ റിപ്പയറിങ്ങുമായി ബന്ധപ്പെട്ട സെൽ ഡിവിഷൻ ഏത് തന്നെയാണ്? മൈറ്റോസിസ് ആണ്. എന്നാൽ ക്രോമസോംസിനെ പകുതിയായിട്ട് കുറയ്ക്കുന്ന ഡിവിഷനാണിത് മിയോസിസ്. അതുകൊണ്ട് റിഡക്ഷൻ ഡിവിഷൻ വിളിക്കുന്ന ആരാണ്? മിയോസിസിനെയാണ്. റീപ്രൊഡക്റ്റീവ് സെൽസിൽ അല്ലെങ്കിൽ എന്താണ് പ്രത്യുൽപാദന കോശങ്ങളിൽ നടക്കുന്ന സെൽ ഡിവിഷൻ എന്താണ്? മിയോസിസ് ആണ്. ഓക്കെ, സ്പോമും ഓവും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഗ്യാമേറ്റുകൾ ഫോം ചെയ്യുന്ന എപ്പോഴും ഇതിൻ്റെ ഫലമായിട്ടാണ്? മിയോസിസിൻ്റെ ഫലമാണ്. അതുകൊണ്ട് സ്പോമിൻ്റെ ക്രോമസോം സംഖ്യ 23 പകുതിയായിരിക്കും. അതുപോലെ തന്നെ എന്താണ്? എഗ്ഗിൻ്റെ ക്രോമസോം സംഖ്യ 23 ആയിരിക്കും. കൂടി ചേരുമ്പോൾ സൈക്കോട്ടിൽ 46 മാറാറുണ്ട്. അതൊക്കെ ഓർത്ത് വെക്കുക, എക്സാമിന് ചോദിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞു എന്താണ്? പ്രധാനമായിട്ടും മൈറ്റോസിസ് ആണെങ്കിലും മിയോസിസ് ആണെങ്കിലും 4 ഫേസുകളിലൂടെ കടന്നു പോകാറുണ്ട്. ഏതൊക്കെ 4 ഫേസുകൾ? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. അതിൽ മൈറ്റോസിസിൻ്റെ 4 ഫേസുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓർമ്മയുണ്ട്? ഒന്ന് പറയുന്ന നോക്കാം നമുക്ക്. നമ്മൾ ആദ്യം പറഞ്ഞു ക്രൊമാറ്റിക് റെറ്റിക്കുലം ക്രോമസോമായി മാറുന്ന ഫേസ് ഏതായിരുന്നു? അത് ഏത് ഫേസാണ്? പ്രോഫേസ് ആണ്. ഓക്കെ, ഇനി ആ ക്രോമസോംസുകൾ ഇക്വിറ്റോറിലോട്ട് അറേഞ്ച് ചെയ്യുന്ന ഫേസിനെ വിളിച്ച് വരുന്ന മെറ്റാഫേസ്. ഇക്വിറ്റോറി ഇരിക്കുന്ന ആ ക്രൊമാറ്റിഡുകൾ 2 പോളിലോട്ട് പോകുന്ന ഫേസാണിത് അനാഫേസ്. ഓക്കെ, ഇനി എന്താണ്? വീണ്ടും ആ ക്രോമസോംസുകളെ ക്രൊമാറ്റിക് റെറ്റിക്കുലമായിട്ട് തിരിച്ചു മാറുന്ന ഫേസിനെ വിളിക്കുന്ന പേരാണിത് ടീലോഫേസ്. എന്താണ്? ടീലോഫേസ്.
ഈ 4 ഫേസുകൾ മിയോസിസിലുമുണ്ട്. പക്ഷേ മിയോസിസിൻ്റെ പ്രോഫേസാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. പ്രോഫേസിൽ പ്രധാനമായിട്ട് 5 സബ് സ്റ്റേജുകളുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ലെപ്റ്റോട്ടിന്, സൈഗോട്ടിന്, പാക്കറ്റിന്, ഡിപ്ലോട്ടിന്, ഡയാക്കൈനസിസ്. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? ലെപ്റ്റോട്ടിന് കോമ്പാക്ടേഷൻ ഓഫ് ക്രോമസോം ഒക്കോസിൻ, ഏത് ഫേസാണിത്? ലെപ്റ്റോട്ടിനാണ്. പെയറിംഗ് ഓഫ് ക്രോമസോം ഒക്കോസിൻ, ഏത് ഫേസാണിത്? സൈഗോട്ടിനാണ്. ഇനി ക്രോസിംഗ് ഓവർ ഒക്കോസിൻ, ഏത് ഫേസാണ്? പാക്കറ്റിനാണ്. ഇനി കയാസ്മാറ്റ ഫോർമേഷൻ ഒക്കോസിൻ, ഏത് ഫേസാണിത്? ഡിപ്ലോട്ടിനാണ്. ടെർമിനേഷൻ ഓഫ് കയാസ്മാറ്റ ഒക്കോസിൻ, ഏത് ഫേസായിരുന്നു? ഏത് ഫേസാണ്? ഡയാകൈനസിസ് ആണ്. അപ്പോൾ ഇത്രയുമാണ് സെൽ ഡിവിഷനുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ച സെൽ ഡിവിഷനെ കുറിച്ചാണ്. പല ഡിഗ്രി ലെവൽ എക്സാമിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മിയോസിസിൻ്റെ സബ് സ്റ്റേജുകളെക്കുറിച്ച് ക്ലാസ്സിലൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.